ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഹരേ കൃഷ്ണ. ഞാൻ ഇപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം, നമ്മുടെ ബിഗ് ബോസ് താരത്തിലത്തെ ഒരു സജിനി ഉണ്ടല്ലോ, അവളിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണമെന്ന് എനിക്ക് കുറച്ച് ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു. കാരണം അവൾ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പോകുമ്പോഴും ഇപ്പോഴും പുള്ളിക്കാരൻ്റെ വിചാരം ഒരു 16 വയസ്സായ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു ധാരണ അവളുടെ ഉള്ളിലുണ്ട്. പിന്നെ അവൾ എന്തൊക്കെയോ സൗന്ദര്യമാണ്, ഞാൻ എന്തൊക്കെയോ ഈ ലോകത്തിലത്തെ സൗന്ദര്യവതിയാണ് എന്നൊക്കെ ഒരു ചിന്ത അവൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ സിനിമയിലും സീരിയലിലും ഈ സെലിബ്രിറ്റികൾക്കൊന്നും ഒരു ഡ്രസ്സ് ചെയ്യുന്നതിനൊരു നാണോ മാനവും ഒന്നും ഇല്ലേ നിങ്ങൾക്കൊന്നും? അതുകൊണ്ട് തന്നെയല്ലേ ഈ ലോകത്തിൽ ആണുങ്ങളെല്ലാം ഒരുപാട് റേപ്പുകൾ നടക്കുന്നു, ബലാത്സംഗങ്ങൾ നടക്കുന്നു. ഇതെല്ലാം കാണുന്നത് കുറച്ചൊക്കെ ഡ്രസ്സിലും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളുടെ ശരീരം നമ്മളുടെ ഭർത്താക്കന്മാർക്ക് കാണാനുള്ളതാണ് ഈ പെണ്ണുങ്ങളുടെ ശരീരം എന്ന് പറയുന്നത്. അത് നാട്ടിലുള്ളവർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾക്ക് ശരീരം തന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു കൾച്ചറുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം എല്ലാവരും ബഹുമാനിക്കുന്നവരാണ് കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ ബഹുമാനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയിലും സീരിയലിലും പെണ്ണുങ്ങളെല്ലാം ഈ കൈമുറിഞ്ഞതും കാലുമുറിഞ്ഞതും മറ്റോടം കാണിച്ചിട്ടുള്ളതും കുണ്ടി ഇങ്ങനെ തള്ളിയിട്ടും മൂല ഇങ്ങനെ തള്ളിയിട്ടും എല്ലാം കുറേ ഡ്രസ്സും ചെയ്തിട്ട് ആരിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഇമാതിരി കാണിക്കുന്നത്. പിന്നെ ആണുങ്ങൾ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും വലിയ പരാതി പറയാനൊന്നുമില്ല. കാരണം നിങ്ങൾ കാണിക്കുന്നത് അങ്ങനെയാണ്. രണ്ട് കല്യാണം കഴിച്ചു, രണ്ടും വിട്ടു. ഇപ്പോൾ എന്നിട്ട് 16 വയസ്സാണെന്നും പറഞ്ഞ് ഓരോ ഡ്രസ്സ് ഇടുന്നത് ഞാനൊരു ഇതിൽ കണ്ടതാണ്. അവൾ ആ ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്, അത് ഊരി എങ്ങാനും ഇതിയെ പോയിട്ടുണ്ടെങ്കിൽ അത് മുല രണ്ടും പുറത്ത് കാണും. പിന്നെ ഒരു പെണ്ണ്, വേറൊരു പെണ്ണുണ്ടല്ലോ, ഈ ബ്രേസർ പോലത്തെ നാടയുള്ളത് ഒന്ന് ഇട്ടിട്ട് ഇത്രപ്പന്ന ട്രൗസർ ഇട്ടിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഒന്ന്. പിന്നെ ഈ ഹണി റോസ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ഇവരൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഇത്, ഞങ്ങളുടെ ഇഷ്ടം, എല്ലാം ഞങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിലെന്ന് പറയുന്ന സ്ത്രീകൾക്ക് കുറച്ചൊരു മര്യാദയൊക്കെ ആവാം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ റേപ്പും ബലാത്സംഗവും ആണുങ്ങൾ തോണ്ടാണ്ടും ഇരിക്കുന്നത്? എന്തായാലും പെണ്ണുങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ആണുങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ടാണ് ഈ ലോകത്തിൽ മുഴുവൻ കണ്ടിരിക്കുന്നത്. അത് പിന്നെ തുറന്ന് കാണിക്കുകയും കൂടി ചെയ്താൽ പിന്നെ ഇപ്പോൾ അവർ മിണ്ടാതിരിക്കുമോ? ഇത് എന്തൊരു ലോകമാണിത്? 6 കല്യാണം കഴിച്ച പെണ്ണുങ്ങളുണ്ട്, എന്നിട്ടും അവരൊക്കെ വിചാരം എപ്പോഴും അവർ മറ്റേ ശീലാവതികളാണ് എന്നാണ് അവരിൻ്റെയൊക്കെ വിചാരം. ഇത് എന്താ കാണിച്ചു കൂട്ടുന്നത് പെണ്ണുങ്ങളെ? നിങ്ങളൊക്കെ തന്നെയാണ്, ഈ സെലിബ്രിറ്റികളും ഈ സിനിമയിലും സീരിയലിലും ഉള്ള പെണ്ണുങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ ആണുങ്ങളെയും കേടുവരുത്തുന്നത്, ഈ കേരളത്തിലെ നന്നായി നടക്കുന്ന സ്ത്രീകളെയും കേടുവരുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുന്നതും വക്കാണം കൂടുന്നതും എല്ലാം ഈ ലോകത്തിൽ സഹജമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ശരീരം കാണിച്ചുകൊണ്ട് നടക്കണം, ആണുങ്ങളെ ആകർഷിക്കാനുള്ള ഡ്രസ്സ് ഇടണം, എന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാക്കിയിട്ടും ലാസ്റ്റ് നമ്മൾ പോകുന്നത് കുഴിൻ്റെ ഉള്ളിൽ ചെതല് തിന്നാനുള്ള ഒരു ശരീരമാണ് പോകുന്നത്. നമ്മളെ പുഴുവാണ് കാർന്ന് കാർന്ന് തിന്നുന്ന ശരീരമാണ് ഈ കാണിക്കുന്നത്. അതിന് കുറേ പൈസ ചിലവാക്കി, കുറേ അതും ഇതും വാരി തേച്ച്, കുറേ വേണ്ടാത്ത പകുതി മുക്കാലും സാധനങ്ങൾ കാണിച്ചുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നാട്ടിലുള്ളവരിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഇത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ളവരിൻ്റെ പിന്നാലെയൊക്കെ കുറേ ആണുങ്ങൾ നടക്കുന്നുണ്ട്. അവരിൻ്റെയൊക്കെ വിചാരം ഏതാണ്ട് വലിയ സ്വന്തം അമ്മനെയും അച്ഛനെയും ആരിനെയെങ്കിലുമൊക്കെ ഇതുപോലെ ഏറ്റിയിട്ട് നടക്കേൻ. അല്ലാതെ ഇങ്ങനെ നാട് മുഴുവൻ ഇങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഈ സ്ത്രീകളിനെയൊക്കെ ഏറ്റിപ്പിടിച്ച് താങ്ങിയിട്ട് നടക്കുന്ന ആണുങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. കുറേ സ്ത്രീകളുണ്ട് നമ്മളുടെ ഇതിൽ ഈ വേണ്ടാത്ത ശരീരവും കാണിച്ചുകൊണ്ട് ആണുങ്ങളെ ഇത് കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവർ റേപ്പ് ചെയ്തു, ഇവർ റേപ്പ് ചെയ്തു, അവർ ഇവിടെ പിടിച്ചു, ഇവർ ഇവിടെ പിടിച്ചു. സ്ത്രീകൾ കുറച്ച് ഒതുങ്ങി കൂടിയൊക്കെ നടക്കണം. ഈ ലോകത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അവനവൻ്റെ മാനം കാണിക്കുന്നത്, ഈ മാനം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്നത്, അതിന് അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അത് പൊതുദർശനത്തിന് വെക്കാനുള്ളതല്ല. അത് ഈ പെണ്ണുങ്ങളുടെ ചന്തി മുല സാധനം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക്, ആണുങ്ങൾക്കും പൊതുദർശനത്തിന് വെക്കാനുള്ളതല്ല ഈ പെണ്ണുങ്ങളുടെ അവയവങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും അഭിപ്രായം എഴുതി അറിയിക്കണം. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യണം.
3 പെണ്ണുങ്ങളുണ്ട്. ഒന്ന് ഹണി റോസ്, ഒന്ന് ബിഗ് ബോസ് താരം സജിന, 2 ഒരു പെണ്ണ് ഈ ഉടൻ പണം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് എന്താ നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ആണുങ്ങളിനെ കാണിക്കാൻ വേണ്ടി കുറേ പൊക്കിൾ കാണിക്കും, കുറേ ഇവിടം കാണിക്കും, കുറേ കുണ്ടി കാണിക്കും. എന്നിട്ട് ആണുങ്ങളിനെ ലാസ്റ്റ് പൈസ ഇല്ലാണ്ടാകുമ്പോൾ അവന്മാരിൻ്റെ നെങ്ങത്ത് കയറിയിട്ട് കുറേ പൈസയും സെറ്റിൽ ചെയ്തിട്ട് മേടിക്കുക. എന്നിട്ട് നിങ്ങൾ വലിയ റാണികളാണ് പറഞ്ഞ് നടക്കുക. പെണ്ണുങ്ങളുടെ വില കളയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചില കുറേ സ്ത്രീകൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ബൈ.